അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം and read verse 19. 1-ന്റെ 19 എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കൽദാമ എന്ന് പേരായി. And it was known unto all the dwellers at Jerusalem, in so much as that field is called in their proper tongue Akeldama, that is to say, the field of blood. From the beginning of this meeting, I have been observing feeling the moving of the Spirit of God in a unique manner. ഈ യോഗങ്ങളുടെ ആരംഭം മുതൽ ദൈവാത്മാവിന്റെ വിശേഷ തരത്തിലുള്ളതായ പ്രവർത്തനം ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And I only hope and pray that the Spirit of the Lord will continue to do so throughout this meeting and throughout our lives. എന്റെ പ്രത്യാശയും പ്രതീക്ഷയും ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ഈ യോഗത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം അന്ത്യം വരെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. That the Lord might open our ears to hear His voice this morning. Let us all praise God. ഇന്ന് രാവിലെ സമയം ദൈവശബ്ദം കേൾക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കാതുകൾ തുറക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം കരേറ്റാം. സ്തോത്രം 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 സ്തോത്രം. I want to tell you a sad story about a piece of land. ദുഃഖാർത്ഥമായ ഒരു കഥ, ഒരു ദേശത്തെക്കുറിച്ചുള്ള ഒരു കഥ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It's a small piece of land. അതൊരു ചെറിയ തുണ്ട് ഭൂമി. It was bought by a potter one day. ഒരു കുശവൻ ഒരു ദിവസം വാങ്ങിയ ഭൂമി. It's a true story. അതൊരു നടന്ന സംഭവ കഥ. It has a sad ending. അപ്പോൾ തന്നെ ഒരു ദാരുണമായ ദുഃഖകരമായ അന്ത്യം. So this piece of land that this man bought was because he was a potter and there was clay in it, so he wanted to use that clay. ഈ ഭൂമി വാങ്ങിച്ച മനുഷ്യൻ ഒരു കുശവനായിരുന്നതുകൊണ്ട് അവിടെയുള്ളതായ കളിമൺ തന്റെ ഉപയോഗത്തിന് ആവശ്യമായിരുന്നുകൊണ്ടാണ് വാങ്ങിയത്. But the locality of the location of that piece of land was a dangerous location. അപ്പോൾ തന്നെ ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നതായ സ്ഥലം അപകടകരമായ ഒരു സ്ഥലമായിരുന്നു. If you turn to Jeremiah chapter 18, യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. You will see that potter there. അവിടെ ആ കുശവനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. He had built his house there in that field that he had bought. ഈ കുശവൻ താൻ വാങ്ങിയ നിലത്തിൽ തന്റെ വീട് പണിതിരുന്നു. And we see Jeremiah going to the potter's house in verse 3. 18-ന്റെ 3-ാം വാക്യത്തിൽ യിരെമ്യാവ് ഈ കുശവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. So now he is taking clay and he is molding that and making different vessels. കുശവൻ കളിമണ്ണെടുത്ത് പാകം ചെയ്ത് പാകപ്പെടുത്തി ചക്രത്തിന്മേൽ വിവിധ തരത്തിലുള്ളതായ പാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. But if you go to the next chapter, എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ you will see God telling Jeremiah, go and get a potter's earthen vessel or earthen bottle. ഇവിടെ യിരെമ്യാവ് കുശവന്റെ ഒരു കളിമൺ പാത്രം ചെന്ന് വാങ്ങുന്നതായി കാണുന്നു. So the chapter 18 and 19 are connected. ആകയാൽ 18-19 അധ്യായം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. So God tells Jeremiah, go to the potter's house and get a earthen vessel and come back to the valley of Hinnom. In verse 2 he says that. ഇവിടെ 19-ാം അധ്യായത്തിൽ യിരെമ്യാവിനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ കുശവന്റെ അടുക്കൽ ചെന്ന് പാത്രം വാങ്ങി ബെൻഹിനോം താഴ്വരയിലേക്ക് നീ വരിക. So what I want to tell you is, this potter's field which is full of clay is next to a burial ground. This valley of Hinnom was a burial ground. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ കുശവന്റെ നിലം കളിമൺ നിറഞ്ഞതായ നിലം ഒരു ശ്മശാന ഭൂമിക്ക് സമീപമായിരുന്നു. ബെൻഹിനോം താഴ്വര. Read verse 6. Chapter 19 verse 6. 19-ന്റെ 6. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇനി തോഫത്ത് എന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേര് പറയാതെ കുലത്താഴ്വര എന്ന് പേര് പറയുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. Therefore behold, the days come, saith the Lord, that this place shall no more be called Tophet, nor the valley of the son of Hinnom, but the valley of slaughter. Also read verse 11. 11-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും
ഈ നഗരത്തെയും ഉടച്ചു കളയും. അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായ്ക കൊണ്ട് അവരെ തോഫത്തിൽ അടക്കം ചെയ്യും. And shall say unto them, Thus saith the Lord of hosts, Even so will I break this people and the city as one breaketh a potter's vessel that cannot be made whole again, and they shall bury them in Tophet till there be no place to bury. So this neighboring ground of this Tophet or the valley of Hinnom is this potter's field. ഈ ഹിന്നും താഴ്വരയുടെ തൊട്ടടുത്ത ഭൂമി ഈ കുശവന്റെ സ്ഥലമായിരുന്നു. I want you to listen carefully because as we go through the verses there are some things that we have to understand about our own lives. ഈ പറയപ്പെടുന്ന വചനങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. I'm going to compare this field with our church and with our own hearts. ഈ നിലത്തെ നമ്മുടെ സഭയോടും നമ്മുടെ സ്വന്തം ഹൃദയത്തോടും താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So this potter initially bought this field because there was a lot of clay, moldable clay in it. ഈ കുശവൻ ഈ നിലം വാങ്ങിയതിന്റെ പ്രഥമ ഉദ്ദേശമോ ഇതിൽ വളരെ നല്ല കളിമണ്ണുണ്ടായിരുന്നു. But its neighborhood is, its surroundings is a burial ground. എന്നാൽ അപ്പോൾ തന്നെ അതിന്റെ ചുറ്റുപാടുമുള്ള ഭൂമി ഒരു ശ്മശാന ഭൂമിയായിരുന്നു. Now in the church, we as a church, we are also dangerously located. നാമും സഭയെന്ന നിലയിൽ ഒരു അപകടമായ നിലയിലാണ് നാം സ്ഥിതി ചെയ്യുന്നത്. God's life exists in the church. ദൈവജീവൻ ദൈവസഭയിലുണ്ട്. But if we are not careful, the death outside can invade the church. അപ്പോൾ തന്നെ നാം വളരെ ശ്രദ്ധാലുക്കളായി തീരുന്നില്ല എങ്കിൽ പുറമേയുള്ളതായ മരണം സഭയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. They say if you take a frog and put it into boiling water, it will jump out immediately. അവർ ചിലർ പറയുന്നത് ജീവനുള്ളൊരു തവളയെടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലിടുകയാണെങ്കിൽ തവള ഉടനെ തന്നെ ചാടി പുറത്തേക്ക് ചാടും. But if you put the same frog into cold water and heat it after it is in the water, എന്നാൽ അപ്പോൾ തന്നെ ഒരു തവളയെ വളരെ തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ആ വെള്ളം ചൂട് പിടിപ്പിക്കുകയാണെങ്കിൽ it will slowly get hotter and hotter, and the frog won't be able to realize that it's getting hotter and hotter till it becomes too hot, and the frog will stay inside and the heat will kill the frog. ഈ വെള്ളം ചൂട് പിടിക്കുന്നതായ ആ കാര്യത്തെ ഉണരാതെ തവള ആ ചൂടുവെള്ളത്തിൽ കിടന്ന് വെള്ളം ചൂടായി അത് തിളക്കുന്ന പരുവത്തിലെത്തുന്നവരെയും തവളയ്ക്ക് അതിൽ നിന്ന് വെളിയിൽ ചാടാൻ കഴിയുകയില്ല. In the same way, some things are happening in our lives and in our church also, where it looks like a slow death is taking place and we don't realize it. ഇപ്രകാരം തന്നെ സഭയിലും നമ്മുടെ സ്വന്തം ജീവിതത്തിലും ഒരു സാവധാനമുള്ളതായ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ആ പ്രക്രിയയെക്കുറിച്ച് നാം ബോധവാന്മാരല്ലാതെയും ഇരിക്കുന്നു. You are going to see through the story of this piece of land how it started from being good moldable clay and ended in a pathetic manner. ഈ കുശവന്റെ നിലത്തെക്കുറിച്ച് നാം പഠിച്ചു കഴിയുമ്പോൾ ഏറ്റവും നല്ല കളിമണ്ണുള്ളതായ നല്ല ഭൂമിയായിരുന്ന ഈ ഇടം ഇപ്പോൾ ഇതോ വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നെത്തുന്നു. So Jeremiah is taken by God to the potter's house. യിരെമ്യാവിനെ ദൈവം തന്നെ ഈ കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലുന്നു. And tells Jeremiah, see what's happening. യിരെമ്യാവിനോട് അരുളിച്ചെയ്യുന്നു, യിരെമ്യാവേ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി കാണുക. So he saw the potter working at the wheel making a vessel. അങ്ങനെ യിരെമ്യാവ് ശ്രദ്ധിച്ചു, കുശവൻ തന്റെ ചക്രത്തിന്മേൽ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. And while the vessel was half formed, it got marred in the potter's hand. താൻ നിർമ്മിച്ചുകൊണ്ടിരുന്നതായ ആ കളിമണ്ണ് കൊണ്ടുള്ളതായ പാത്രം പകുതി അതിന്റെ നിർമ്മാണം പ്രക്രിയ പൂർത്തിയായപ്പോൾ ആ കളിമൺ കയ്യിൽ ചീത്തയായി പോയി. When does clay get marred while the potter is working on it? കുശവൻ ചക്രത്തിന്മേൽ കളിമൺ പാത്രം ഉണ്ടാക്കുമ്പോൾ കളിമണ്ണ് അതിന്റെ പരുവം കെട്ടുപോയാൽ when does it get? അതെങ്ങനെയാണ് പരുവം കെട്ടുപോകുന്നത്? When some part of it becomes hard. അതിന്റെ ചില കളിമണ്ണിന്റെ ചില ഭാഗങ്ങൾ അത് കടുപ്പമുള്ളതായി തീരുമ്പോൾ, it does not cooperate with the hand of the potter. അങ്ങനെ കടുപ്പമായി തീരുമ്പോൾ കുശവന്റെ കരങ്ങളുമായി അത് പൊരുത്തപ്പെടുന്നില്ല. And that is why it ruins the whole vessel. അത് നിമിത്തമായിട്ട് ആ നിർമ്മിക്കപ്പെട്ടു വരുന്ന പാത്രം മൊത്തമായിട്ടും മോശമായി തീരുന്നു. So initially when the potter bought this field, it was moldable, very soft, but now after some time you see some hardness getting into the clay so that the potter is having to mold it again. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ആരംഭത്തിൽ
ഈ നിലം വാങ്ങിച്ച സന്ദർഭത്തിൽ വളരെ മയമുള്ളതായ കളിമണ്ണായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ആ സ്ഥിതി മാറി. ഇപ്പോൾ കളിമണ്ണിന്റെ ആ സ്ഥിതി മാറിയതിനു ശേഷം പാത്രമുണ്ടാക്കുമ്പോൾ അത് കുശവൻ ഉദ്ദേശിക്കുന്ന പരുവത്തിൽ ആയിത്തീരുന്നില്ല, മയത്തിലായിത്തീരുന്നില്ല. So when Jeremiah was taken by God to observe this, യിരെമ്യാവിനെ ദൈവം ഈ കാഴ്ച ദർശിപ്പാൻ കൊണ്ടുവന്നപ്പോൾ God was telling Jeremiah about two things in the real life of Israel and their relationship with God. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ഉൾപ്പെട്ടതായ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ സൂചിപ്പിക്കുവാനും അറിയുവാനും വേണ്ടിയാണ് ദൈവം തന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. In verse 6 we see a God who is now in the place of the potter. He is willing to mold his people. ഇവിടെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം കുശവന്റെ സ്ഥാനത്ത് തന്റെ ജനത്തെ കളിമൺ പാത്രം പോലെ രൂപപ്പെടുത്തുവാൻ ഒരുക്കമുള്ളവനാണെന്ന് പ്രസ്താവിക്കുന്നു. And verse 9 and 10, at what instant I shall speak concerning a nation and concerning a kingdom to build it and plant it, if it do evil in my sight that it obey not my voice. The verses 7 and 8, when I speak concerning a nation to pluck up and pull down and destroy, if that nation repent of the evil, then I will not do it. 7 വാക്യം വായിക്കുമ്പോൾ ഞാനൊരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയുമെന്ന് അരുളി ചെയ്തിട്ട് ഞാൻ എങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. So we see here a God who's willing to mold a people who are in a ruined condition. ഇവിടെ ദൈവം നശിച്ച അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ജനതയെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. So God is the potter, the Israelites are the clay. ദൈവം കുശവനും ഇസ്രായേൽ ജനം കളിമണ്ണുമാണ്. But you look at the response of the Israelites when God is saying this. ദൈവം ഇങ്ങനെ അരുളി ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? Read verse 12. 12-ാം വാക്യം. 18:12. അതിന് അവർ ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും, ഞങ്ങളിൽ ഓരോരുത്തരും താന്താന്റെ ദുഷ്ടഹൃദയത്തിലെ സാക്ഷ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. And they said, there is no hope, but we will walk after our own devices, and we will everyone do the imagination of his evil heart. So here we see when God is willing to mold a hardening group of people who are getting hard slowly, here is a group of people who are not willing to cooperate with God in being molded. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ ഹൃദയം ക്രമേണ കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തെ ഉദ്ധരിക്കുവാൻ ദൈവം മനസ്സായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് സഹകരിക്കുവാൻ തക്കവണ്ണം അവർക്ക് താല്പര്യമില്ല. So slowly hardness is getting inside. God is warning them and telling them, I want to change you if you cooperate with me, but they say no, that this is all not, we don't want this, we want our own ways. ജനത്തിന്റെ ഹൃദയം അല്പാൽപമായി കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവരത് അറിയുന്നില്ല. എന്നാൽ ദൈവം അതറിഞ്ഞു. ഞാൻ നിങ്ങളുടെ രീതികളെ വ്യത്യാസപ്പെടുത്തി നിങ്ങളെ വീണ്ടും ഉദ്ധരിച്ച് രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. Now let's check and see if this is happening to our hearts. നമുക്ക് പരിശോധിക്കേണ്ടുന്നത് നമ്മുടെ സ്വന്തം ഹൃദയങ്ങളിൽ ഇങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നാണ്. Is there any area in our life where we are trying to somehow do things ourselves in the name of the will of God? നമ്മുടെ ജീവിത ഭാഗങ്ങളിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ദൈവത്തെ കൂടാതെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടോ? We sometimes try to use God's name, God's permission to do our own will. പലപ്പോഴും നമ്മുടെ രീതി എന്നുള്ളത് നമ്മുടെ സ്വന്തം ഹിതം ചെയ്യുവാൻ ദൈവത്തിന്റെ അനുവാദം ചോദിക്കുന്നു. In Chennai there are some amusement parks. ചെന്നൈയിൽ ചില വിനോദങ്ങൾ ആയുള്ള പാർക്കുകളുണ്ട്. Amusement parks where you can pay money and you can enjoy a lot of fun and games and have food and so on, recreation. പണം കൊടുത്ത് അനേക വിനോദങ്ങളിൽ ഏർപ്പെടാം, നല്ല ഭക്ഷണം കഴിക്കാം, പല കളികൾ കളിക്കാം, പല കാര്യങ്ങൾ ദർശിക്കാം. അങ്ങനെയുള്ള ഒരു പാർക്ക്. One young girl came to me who was a believer of our church and said, my friends are going to that park, can I go? ഒരു യൗവനക്കാരി എന്റെ അടുക്കൽ വന്നു, ഞങ്ങളുടെ സഹപാഠികൾ ചേർന്ന് ഈ പാർക്കിലേക്ക് പോകുന്നു, can I go? എനിക്കതിന് പോകാമോ? I said don't go. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞത് പോകരുത്. So next week I asked her, did you go? അടുത്ത ആഴ്ചയിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ അവിടെ പോയോ? She said yes, I went. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ പോയിരുന്നു. I told her, I told you not to go, why did you go? ഞാൻ നിന്നോട് പോകരുതെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട് നീ പോയി? She just smiled, that's all. അതിനെ മറുപടിയായി ഒന്ന് ചിരിച്ചു.
So what do we observe from that? ഇതിൽ നിന്ന് നാം ദർശിക്കേണ്ട കാര്യമെന്ത്? She had already decided to go. അവൾ ആ കാര്യത്തിനായിട്ട് നേരത്തെ തീരുമാനിച്ചു ഉറച്ചിരുന്നു. But she wanted permission, because if I said yes, she could legalize the going and she could go with a clear conscience. അവൾ വന്ന് അനുവാദം ചോദിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം നടത്തിപ്പുകാരൻ അനുവദിച്ചാൽ ഈ തെറ്റായ കാര്യത്തിന് നിയമപരമായ സാധുത ഉണ്ടാക്കുക എന്നുള്ളതാണ്. So with or without a clear conscience, I have decided to go anyway. If the servant of God gives permission, I can go with a clean conscience. മനസാക്ഷിയുടെ ആക്ഷേപമൊന്നും ഗണ്യമാക്കാതെ ഞാൻ അവിടെ പോകാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. നടത്തിപ്പുകാരന് അനുവാദം തരികയാണെങ്കിൽ അത് ഓക്കെ. So if he doesn't give the permission, I'm still going. നടത്തിപ്പുകാരൻ അനുവദിച്ചില്ലെങ്കിലും ഞാൻ പോകും. So this is the insincerity of the heart. ഹൃദയത്തിന്റെ പരമാർത്ഥതയില്ലാത്ത സ്ഥിതിയാണ് ഇത് കുറിക്കുന്നത്. So our wicked heart sometimes makes its own plan, but tries to get legal permission from God and execute it. ഒരു ദുഷ്ടഹൃദയം സ്വന്തം പദ്ധതികൾ മെനഞ്ഞ് ദൈവത്തിൽ നിന്ന് നയപരമായ ഒരു അനുവാദം ലഭിച്ച് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. So we look for a verse in the Bible, we look for a sermon, or we look for some statement from some servant of God, which will support our own will, and when that comes, immediately we pluck it, quote it, and then do it. നമ്മുടെ സ്വന്തം ഹിതങ്ങൾ അത് സാധൂകരിക്കാൻ തക്കവണ്ണം വേദപുസ്തകത്തിൽ ഏതെങ്കിലും വചനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും. ഏതെങ്കിലും ശുശ്രൂഷകർ പ്രസംഗിച്ച വചനങ്ങൾ കണ്ടെത്തി അതിനെ നിയമപരമാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതി. So our heart will try to devise some situation where we can legalize doing our own will. നമ്മുടെ ഹൃദയം നമ്മുടെ സ്വന്തം ഹിതം പ്രവർത്തിപ്പാൻ തക്കവണ്ണം അത് അനുഷ്ഠിക്കാൻ തക്കവണ്ണം ഏതെങ്കിലും വിധത്തിൽ അതിന്റെ സാധുത കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. A few years ago, one family, they were getting ready to go to Australia. ചില സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ അവര് ശ്രമിച്ചുകൊണ്ടിരുന്നു. The father was all too eager to go to Australia, but the mother or the wife in the house, she was always praying at every step, Lord, only if it's your will. പിതാവ് ഓസ്ട്രേലിയ എന്ന രാജ്യത്തിലേക്ക് പോകാൻ വളരെ ആകാംക്ഷയോടെ പ്രവർത്തിച്ചും കാത്തിരുന്നു. എന്നാൽ ഭാര്യയോ ദൈവഹിതമാണെങ്കിൽ മാത്രം മതി എന്നുള്ളതായ രീതിയിൽ ദൈവസന്നിധിയിൽ ഈ വിഷയത്തെ വെച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. The passport came. പാസ്പോർട്ട് ലഭിച്ചു. The visa came. വിസ ലഭിച്ചു. The plane ticket also came. അതെ, പ്ലെയിൻ ടിക്കറ്റും ലഭിച്ചു. Even after that, the wife is praying, Lord, even at this stage, only if it's your will. ഇത്രയും കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, കർത്താവേ, ഇനിയും അങ്ങയുടെ ഹിതമാണെങ്കിൽ മാത്രം പോയാൽ മതി. The husband got angry. Even after the plane ticket has come, why do you want to sit and pray? ഭർത്താവിന് കോപമുണ്ടായി. പ്ലെയിൻ ടിക്കറ്റ് ലഭിച്ചതിന് ശേഷവും നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ത്? You know why he got angry? അദ്ദേഹം കോപിച്ചതിന്റെ കാര്യമെന്ത്? Because our God is famous for last minute cancellations. നമ്മുടെ ദൈവം അന്ത്യനിമിഷത്തിലെ വിരോധത്തിന് അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനും ദൈവം ശക്തൻ എന്ന് അറിയാമായിരുന്നു. This man somehow wants to go. He doesn't want God to say no in the last moment. So don't pray. ഈ മനുഷ്യന് ഓസ്ട്രേലിയയിൽ പോകണമെന്നുള്ളതായ ആ കഠിനമായ ആഗ്രഹമാണ്. അതിന് ദൈവം അന്ത്യനിമിഷത്തിലും ഒരു പക്ഷേ തടസ്സം നിന്നേക്കാമെന്ന് അറിയാമായിരുന്നു. If our heart cannot fully yield to the will of God, it means it's getting hard. നമ്മുടെ ഹൃദയത്തിന് ദൈവഹിതത്തിനായിട്ട് സമ്പൂർണമായിട്ടും വിധേയപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉള്ള സ്ഥിതി നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. What will happen is, after some time, a point will come in our life where we become irrestorably hard. That means we cannot become normal again. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ നമ്മുടെ ഹൃദയം തുടർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരിക്കൽ ഒരു തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കാഠിന്യമേറിയ ഒരു അവസ്ഥയിലേക്ക് നാം ചെന്നെത്തും. Read that verse 11 of chapter 19 again. 19-ാം വാക്യം വീണ്ടും വായിക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കിക്കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും. അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായകൊണ്ട് അവരെ തോഫത്തിൽ അടക്കം ചെയ്യും. And shall say unto them, thus saith the Lord of hosts, even so will I break this people and the city as one breaketh a potter's vessel that cannot be made whole again. Enough. So what's written here? ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, once clay becomes a pot and the pot is broken, you can't restore it after that. ഒരു കളിമൺ ഒരു പാത്രമായി തീർന്നതിന് ശേഷം
അത് ഉടഞ്ഞു പോകുന്നുവെങ്കിൽ അത് വീണ്ടും അതിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഉപയോഗപ്രദമാക്കുവാൻ കഴിയുകയില്ല. And God is speaking about the people there and comparing them to the state of a pot. ഇവിടെ ദൈവജനത്തെക്കുറിച്ച് താരതമ്യം ചെയ്ത് കളിമണ്ണിനോട് കുശവന്റെ പാത്രത്തോട് താരതമ്യം ചെയ്ത് സംസാരിക്കുന്നു. So our hearts can become set or hardened in a wrong thing, so that after that it becomes irrestorable. നമ്മുടെ ഹൃദയം തെറ്റായ ഒരു സ്ഥിതിയിൽ അവസ്ഥയിൽ കാഠിന്യപ്പെട്ടതിന് ശേഷം അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെയിരിക്കും. So we should be very careful our heart does not reach that state. നാം ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മുടെ ഹൃദയം ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ എത്തിച്ചേരരുത് എന്നാണ്. This potter's field, which was initially made of moldable clay, slowly became harder and harder till finally this potter had to sell the field, the Bible says. ഈ കുശവന്റെ നിലം ആരംഭത്തിലെല്ലാം നല്ല മയമുള്ള കളിമണ്ണ് കൊണ്ട് നിറഞ്ഞതായിരുന്നെങ്കിലും കാലാന്തരത്തിൽ അത് കടുപ്പമേറിയ മണ്ണുള്ളതായി മാറി കുശവന് പാത്രം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. As we grow in our spiritual life, ഇപ്രകാരം നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ those natures that we give room to in our life will become harder and harder. It will get set in that. അന്യമായ പ്രകൃതം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അതിന് ഇടം കൊടുക്കുന്നുവെങ്കിൽ ഹൃദയം ക്രമേണ കാഠിന്യപ്പെട്ടുകൊണ്ടിരിക്കും. If we give room to God's divine natures to be formed in us, those divine natures will get frozen in us. In other words, we will become divine in character. After that, we won't come out of it. അപ്പോൾ തന്നെ ദൈവിക പ്രകൃതത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം ഇടം കൊടുക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള പ്രകൃതം നമ്മിൽ അധിവസിച്ച് അത് നമ്മിൽ സ്ഥാപിതമായി തീരും. On the other hand, if we allow our evil natures, unsanctified natures to grow, it will become hardened in those unsanctified natures. After that, it becomes irreversible and that cannot be restored. അപ്പോൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടാത്ത പ്രാകൃത സ്വഭാവങ്ങൾക്കാണ് നാം ജീവിതത്തിൽ ഇടം കൊടുക്കുന്നുവെങ്കിൽ അതൊക്കെ നമ്മിൽ വളർന്ന് കഠിനപ്പെട്ട് പിന്നീട് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥയിലായി തീരും. That is why it is about the same Israelites that God says, can an Ethiopian change his skin? Can a leopard change his spots? Even so, you have been so accustomed to do evil, now you cannot change. അത് നിമിത്തമാണ് ദൈവം ഇസ്രായേലിനെ നോക്കി ഇങ്ങനെ പറഞ്ഞത്, ഒരു കൂശിന് തന്റെ ദുഃഖം പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയും മാറ്റാമോ? നിങ്ങൾ ദുഷ്ടത പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിങ്ങൾ മുതിർന്നിരിക്കുന്നു. So it comes, God is trying to say they've reached a place where there's no use working in them. They've become hardened in their hearts. ദൈവം ഈ അരുളപ്പാടുകൾ ഇങ്ങനെ അരുളി ചെയ്യുന്നതിന്റെ ഉദ്ദേശമോ തിരിച്ചു കൊണ്ടുവരാൻ അഥവാ യഥാസ്ഥാനപ്പെടുത്തുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് തന്റെ ജനം എത്തിച്ചേർന്നിരിക്കുന്നു. So we should be very careful our hearts should not reach that state. നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ആരുടെയും ഹൃദയം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എത്തിച്ചേരരുത്. You know, there are two kinds of backslidings. രണ്ട് തരത്തിലുള്ള പിന്മാറ്റമുണ്ട്. One kind of backsliding is where you stop coming to church and you go away. ഒരു പിന്മാറ്റം എന്നുള്ളത് സഭയിൽ വരുന്നത് നിർത്തലായി സ്വന്തം വഴികളിൽ നടക്കുന്നു. The other backsliding is you keep coming to church but you're not growing. മറ്റൊരു പ്രകാരത്തിലുള്ള പിന്മാറ്റം എന്നുള്ളത് സഭയിൽ വന്നുകൊണ്ടിരിക്കുന്നു, അപ്പോൾ തന്നെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയില്ല. Now it's the second backsliding that is dangerous, because the backslider will think that he is all right and that he is still in the church, but in heart he is going back. രണ്ടാമത്തെ കൂട്ടരാണ് പിന്മാറ്റത്തിൽ അപകടകാരികൾ. അവര് സഭയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നു എനിക്കൊരു കുഴപ്പവുമില്ല, അപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ നാശത്തിലേക്ക് അവർ പോകുന്നു. Sometimes we are deceiving ourselves because we are members of this church. We think that we are accepted. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥ സഭയിൽ അംഗമായിരിക്കുന്നത് കൊണ്ട് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. You know, we are not going to be accepted because we are members of this church. We are going to be accepted only if we grow in Christ's character. ദൈവസഭയിൽ അംഗമായിരിക്കുന്നത് കൊണ്ട് ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയില്ല. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരുന്നുവെങ്കിൽ മാത്രമേ ദൈവിക അംഗീകാരം ലഭിക്കുകയുള്ളൂ. So let's check and see if our hearts are getting harder and harder as days go by, or is it getting more and more sensitive to God. ആകയാൽ കാലങ്ങൾ ദിനങ്ങൾ കഴിയുന്തോറും നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ അഥവാ നമ്മുടെ ഹൃദയം ഒരു സംവേദനക്ഷമത ഉള്ള ഒരവസ്ഥയിലാണോ? There are different kinds of weights, weighing balances. നമ്മുടെ ദേശത്ത് വിവിധ തരത്തിലുള്ളതായ വസ്തുക്കൾ തൂക്കുന്ന തുലാസുകളുണ്ട്. There are weigh bridges on which lorries stand. വെയ് ബ്രിഡ്ജ് ഉണ്ട്, വലിയ ലോറികളെയൊക്കെയും തൂക്കമെടുക്കുന്നത്. If you and I stand on it, the meter won't show any change. ഞാനോ നിങ്ങളോ അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ സൂചി അനങ്ങുകയില്ല.
But there are also huge physical balances that weigh firewood in shops. കടകളിലെ വിറക് തൂക്കുന്ന തുലാസുകളുണ്ട്. Those will a little more sensitive than the weigh bridges. ഈ വാഹനങ്ങൾ തൂക്കുന്ന വെയ് ബ്രിഡ്ജിനേക്കാളും കൂടുതൽ കുറഞ്ഞ ഭാരം വെക്കുമ്പോൾ അത് പ്രതികരിക്കുന്നു. But then there are other small sensitive weighing machines which can electronically show you the weight up to grams. അപ്പോൾ തന്നെ വളരെ സൂക്ഷ്മതയുള്ള തുലാസുകളുണ്ട്. അത് ഇലക്ട്രോണിക് ശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മില്ലിഗ്രാം വരെയും അത് തൂക്കം കാണിക്കുന്നു. In the science lab you have sensitive physical balances which can show you differences up to milligrams. ഇവിടെ സയൻസ് ലാബുകളിൽ മില്ലിഗ്രാമുകൾ വരെയും സൂക്ഷ്മതയോടെ തൂക്കാൻ കഴിയുന്നതായ ഫിസിക്കൽ തുലാസുകളുണ്ട്. Our heart should be soft like physical balances, sensitive to God's word, not like weigh bridges where we have to be hammered to know the truth. നമ്മുടെ ഹൃദയമോ ഇത്ര സൂക്ഷ്മതയുള്ള തുലാസുകൾ പോലെ ഏറ്റവും ചെറിയ ഭാരം പോലും തൂക്കുവാൻ കഴിയുള്ള തുലാസ് പോലെ ആയിരിക്കണം, മറിച്ച് വെയ്ബ്രിഡ്ജുകൾ പോലെയുള്ളതായിരിക്കരുത്. So when God speaks and God convicts slowly, in a small manner, our heart should be sensitive to it. ദൈവം നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങളൊക്കെ നമ്മെ ഉണർത്തുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കി നാം ഉണരുന്നവരായിരിക്കണം. When once David had an opportunity to kill Saul. ഒരു സന്ദർഭത്തിൽ ദാവീദ് രാജാവിന് ശൗലിനെ കൊല്ലുവാനുള്ള ഒരു സന്ദർഭം അവസരം ലഭിച്ചു. So he went near Saul. ശൗലിന്റെ അടുക്കലോളം എത്തി. And then cut off a part of his garments. തന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് വെട്ടിയെടുത്തു. And went far away. അതിനുശേഷം ദൂരത്തേക്ക് പോയി. And called out to Saul. ശൗലിനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു. And showed him the evidence. I was near you. I could have killed you, but I spared you. താൻ ആ തെളിവ് സഹിതം തന്നെ തെളിവ് കാണിച്ചു. എനിക്ക് നിന്നെ കൊല്ലാനായിട്ടുള്ള അവസരം ലഭിച്ചു, എന്നാൽ ഞാൻ നിന്നെ വെറുതെ വിട്ടു. But then his heart smote him. എന്നാൽ അതേ തുടർന്ന് തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. I did this to an anointed man. ഒരു അഭിഷക്തനോടാണല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തത്. So David's heart was so sensitive that he realized that cutting the garment of a man anointed by God is wrong, and it smote him. ദാവീദിന്റെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടായത് സൂക്ഷ്മതയുള്ള ഹൃദയത്തിന് ഉടമയായിരുന്നത് കൊണ്ടാണ്. ഞാൻ ദൈവത്തിന്റെ അഭിഷക്തനോട് ഇങ്ങനെ ചെയ്തല്ലോ. But after that, എന്നാൽ അതിനുശേഷം the same David commits adultery and his heart doesn't tell him. അതേ ദാവീദ് രാജാവ് തന്നെ പരസംഗം ചെയ്യുകയും അതേക്കുറിച്ച് തന്റെ ഹൃദയം തന്നെ കുറ്റം വിധിച്ചില്ല. He commits adultery and wants to destroy the evidence. താൻ പരസംഗം ചെയ്തതിനു ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. So he brings the woman's husband from the warfare so that it might not be known in public that it was someone else's child. ഈ സ്ത്രീയുടെ ഭർത്താവിനെ യുദ്ധം മുന്നണിയിൽ നിന്ന് വിളിച്ചു വരുത്തി ഇത് മറ്റൊരുത്തനാൽ അവൾ ഗർഭിണിയായി എന്നുള്ളതായ ആ സത്യത്തെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നു. It didn't work. എന്നാൽ ഈ പദ്ധതി പൊളിഞ്ഞുപോയി. So he made Uriah the husband drink so that in his inebriated state, or in that toxic condition, in that drunken state, he might lose his senses and somehow stray inside. താൻ ഊരിയാവിനെ വീഞ്ഞു കുടിച്ച് മത്തനാക്കുന്നു. തന്റെ ആ മത്തുപിടിച്ച അവസ്ഥയിൽ വീട്ടിലേക്ക് പോയി താൻ ഉദ്ദേശിച്ച കാര്യം അതുമൂലം സാധ്യമായി തീരുമെന്ന് വിചാരിക്കുന്നു. Even that didn't work. അതും ആ പ്രവർത്തനവും ഫലിച്ചില്ല. So he sends back Uriah to where the hottest battle takes place so that he might die. യുദ്ധമുന്നണിയിൽ ഏറ്റവും കഠിനമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരിയാവിനെ ദാവീദ് പറഞ്ഞയക്കും. The same heart. ഒരേ ഹൃദയത്തിന്റെ വിവിധ നിലവാരം. Once it was smitten because it cut the skirt of a anointed man's garment. Now it is not smitten when it does so many wicked things. ഒരിക്കൽ അഭിഷക്തനായ ഒരു മനുഷ്യന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് മുറിച്ചെടുത്തപ്പോൾ കുറ്റപ്പെടുത്തിയതായ ഹൃദയം ഇപ്പോൾ മാരകമായ മരണകരമായ പാപങ്ങൾ ചെയ്തിട്ടും യാതൊരു കുറ്റബോധവുമില്ല. What's happening to our heart? നമ്മുടെ ഹൃദയത്തിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? Look back a few years. ഒരു ചില സംവത്സരത്തിലേക്ക് നമുക്ക് പിന്തിരിഞ്ഞു നോക്കാം. See how sensitive it was. Has it become more sensitive or has it become worse? വർഷങ്ങൾക്ക് മുമ്പ് അത് കൂടുതൽ സൂക്ഷ്മത ഉള്ള ഹൃദയമായിരുന്നോ, ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മോശമായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നുവോ,
When I examine my life in the light of these scriptures, ഈ തിരുവെഴുത്തുകളിലെ ആധാരമാക്കി എന്റെ സ്വന്തം ജീവിതത്തെ പരിശോധിച്ചപ്പോൾ I see that in my heart in some areas there are hardening aspects. എന്റെ സ്വന്തം ഹൃദയത്തിൽ ചില അംശങ്ങളിൽ കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിയുണ്ട്. So I want Jesus to change my life. എന്റെ സ്വന്തം ജീവിതത്തെ എന്റെ യേശു രൂപാന്തരപ്പെടുത്തണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. So I'm not preaching to somebody else, I'm first preaching to myself. ഞാൻ മറ്റുള്ളവരോടല്ല പ്രസംഗിക്കുന്നത്, ഒന്നാമതായി എന്നോട് തന്നെ പ്രസംഗിക്കുന്നു. Now when you come back to this potter's field, ഈ കുശവന്റെ നിലത്തിലേക്ക് നാം വരുമ്പോൾ, you see after it's become hard, now the potter sells it. ഇത് ഈ കളിമണ്ണെല്ലാം കാഠിന്യമേറിയതായി തീർന്നു നിമിത്തം അത് വിറ്റുകളയുന്നു. Turn to Matthew chapter 27. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. And you will see that the priests are buying that field by giving 30 pieces of silver. ഇവിടെ പുരോഹിതന്മാർ 30 വെള്ളിക്കാശ് കൊടുത്ത് ഈ കുശവന്റെ നിലം വാങ്ങുന്നു. In Matthew chapter 27, മത്തായിയുടെ സുവിശേഷം 27-ന്റെ we see read verses 6 and 7. 6-7 വാക്യം. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു, ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. And the chief priest took the silver pieces and said, it is not lawful for to put them into the treasury, because it is the price of blood. And they took counsel and bought with them the potter's field to bury strangers in. Now a question has to be answered at this point. ഈ സന്ദർഭത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. How do we know that it's the same potter's field that was sold? ഇവിടെ വിൽക്കപ്പെട്ടതായ കുശവന്റെ നിലം ആ നേരത്തെ പറഞ്ഞിട്ടുള്ളതായ യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ എന്ന് എങ്ങനെയാ നമുക്ക് നിശ്ചയിക്കാം? If you read verse 9, 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, read verse 8, 9 and 10. 8, 9, 10 വാക്യം വായിക്കാം. ആകയാൽ ആ നിലത്തിന് ഇന്നവരെ രക്തനിലമെന്ന പേർ പറയുന്നു. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്തു, കർത്താവിനോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിന് വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു. Wherefore that field was called the field of blood unto this day. Then was fulfilled that which was spoken by Jeremiah the prophet, saying, and they took the 30 pieces of silver, the price of him that was valued, whom they of the children of Israel did value, and gave them for the potter's field as the Lord appointed me. Now if you this is a fulfillment of prophecy, this verse says. ഈ വാക്യങ്ങൾ പ്രവചനത്തിന്റെ നിവൃത്തി. Now the closest prophecy, the closest verse to this verse is in Zechariah. ഇതിനോട് ഏറ്റവും സാമ്യമുള്ളതായ വചനം സക്കറിയ പ്രവചനത്തിലാണ്. Read 11:12. Zechariah 11:12. സക്കറിയ പ്രവചനം 11-12 വായിക്കാം. And 12 and 13. 12-13. ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്ന് വരികിൽ തരയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. Next verse also. എന്നാൽ യഹോവ എന്നോട് അത് ഭണ്ഡാരത്തിൽ ഇട്ടുകളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടുകളഞ്ഞു. And I said unto them, if you think good, give me my price, and if not, forbear. So they weighed for my price 30 pieces of silver. And the Lord said unto me, cast it unto the potter, a goodly price that I was priced out of them. And I took the 30 pieces of silver and cast them to the potter in the house of the Lord. But when this prophecy is being quoted here in the New Testament, പുതിയ നിയമത്തിൽ ഈ പ്രവചന ഭാഗം ഉദ്ധരിക്കുമ്പോൾ, it does not say it is a fulfillment of the prophecy of Zechariah. It says it's a fulfillment of it was about the prophecy that which was spoken by Jeremiah the prophet. അവിടെ അത് പറയപ്പെടുന്നത് സക്രിയ പ്രവചനത്തിലുള്ളതായ വേദഭാഗത്തിന്റെ നിവൃത്തീകരണമല്ല, പിന്നെയോ യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് ആ പ്രവചനത്തിൽ നിന്നുള്ളതായ വചനത്തിന്റെ നിവൃത്തി എന്നാണ്. Why? എന്തുകൊണ്ട്? It's not a mistake. അതൊരു അബദ്ധത്തിൽ വന്നതല്ല. Because there was a potter that we read of just now in Jeremiah. യിരെമ്യാവിൽ നാം വായിച്ചു കേട്ടതായ ഒരു കുശവനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. So when this Matthew says that which was spoken by Jeremiah the prophet, he is referring to this potter in Jeremiah 18 and 19. മത്തായി യിരെമ്യാ പ്രവചനത്തെ ഉദ്ധരിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ യിരെമ്യാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ആ വേദഭാഗം ആ കുശവനെ കുറിച്ചാണ്. So it is the same potter. ആ കുശവൻ തന്നെ. So
Now this potter has now sold his field for 30 pieces of silver. ഈ കുശവൻ ഇപ്പോൾ 30 വെള്ളിക്കാശിന് തന്റെ നിലം വിറ്റിരിക്കുന്നു. Why should he sell a field? ഒരു നിലം എന്തിനായി വിൽക്കുന്നു? Why is he selling that field which he once bought? ഒരിക്കൽ വാങ്ങിയതായ നിലം എന്തുകൊണ്ട് വിൽക്കുന്നു? The only reason could be it has run out of moldable clay. അത് ഒരേ ഒരു കാരണം, അത് ഉപയോഗപ്രദമായ കളിമണ്ണിന്റെ അഭാവം നിമിത്തം. Now it may not be the same potter that existed in Jeremiah's days, but it must be his posterity, his generation. യിരെമ്യാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന കുശവനല്ല, തലമുറകൾ കൈമാറി കിട്ടിയതായ ആ ഭൂമിയിൽ അവന്റെ വംശാവലിയിൽപ്പെട്ട ഒരുതനായിരിക്കണം. So they have sold it now because there's no clay left in it. It's become fully hard. അതിന്റെ ഉടമസ്ഥനായ കുശവൻ ഇത് വിറ്റ് കളഞ്ഞിരിക്കുന്നു, കാരണം ഇപ്പോൾ ഉപയോഗിക്കത്തക്കതായ നിലയിലുള്ളതായ കളിമണ്ണ് അവിടെ ഇല്ല. So finally this can happen to our heart also. It can become fully hard against God. നമ്മെ സംബന്ധിച്ചും നമ്മുടെ ഹൃദയത്തിനും ഇങ്ങനെ സംഭവിക്കാം. ദൈവികമായ കാര്യങ്ങളോട് പൂർണ്ണമായ കാഠിന്യത്തിലായിത്തീരുന്ന അവസ്ഥ. It is at this point that this field is called the field of blood. ഈ നിലയിൽ എത്തിച്ചേർന്ന ഒരു നിലത്തെയാണ് രക്തനിലമെന്ന് പറയുന്നത്. Read verse 8. 8ാം വാക്യം വായിക്കാം. Matthew 27:8. ആകയാൽ ആ നിലത്തിന് ഇന്ന് വരെ രക്തനിലമെന്ന് പേർ പറയുന്നു. Wherefore that field was called the field of blood unto this day. And in Hebrew it is called Akeldama. എബ്രായ ലേഖനത്തിൽ അക്കൽദാമ എന്ന് എഴുതിയിരിക്കും. So this became called the field of blood. ഈ നിലം രക്തനിലമെന്ന് അറിയപ്പെട്ടു. Why? എന്തുകൊണ്ട്? Because it was bought with the money through which Jesus was betrayed. ഈ നിലം യേശുവിനെ കാണിച്ചു കൊടുത്ത് ലഭിച്ചതായ പണം ഉപയോഗിച്ച് വാങ്ങിയതുകൊണ്ട്. So it is not the field that shed ordinary blood, it is a field that become a field that shed Jesus blood. സാധാരണ രക്തം ചിന്തിയതായ ഒരു നിലമല്ല, യേശുവിന്റെ രക്തം ചിന്തിയതായ ഒരു നിലം. So what does this mean? ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? When our hearts become hard, നമ്മുടെ ഹൃദയങ്ങൾ കഠിനപ്പെടുമ്പോൾ we will become people who crucify Jesus. നാം യേശുവിനെ ക്രൂശിക്കുന്ന വ്യക്തികളായി തീരും. Now you look at the Jews of those days. അക്കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരെ നമ്മൾ വീക്ഷിക്കുന്നുവെങ്കിൽ Jesus was chosen by the Father as the cornerstone of the New Testament church. പുതിയ നിയമസഭയുടെ മൂലക്കല്ലായി തീരുവാൻ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം തെരഞ്ഞെടുത്തു. But you look at the priests of those days, they were called the builders of the church. അക്കാലത്തുണ്ടായിരുന്ന പുരോഹിതന്മാരെ നാം പരിഗണിക്കുമ്പോൾ അവര് വീട് പണിയുന്നവരായിരുന്നു. Read Acts chapter 4. അപ്പോസ്തല നടപടി 4-ാം അധ്യായം. You will see there verse 11. 4:11. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. This is the stone which was set at naught of you builders, which is become the head of the corner. Here Peter is addressing the elders and the priests and the religious hierarchy of those days. അക്കാലത്തെ ഇസ്രായേൽ സഭയുടെ മൂപ്പന്മാര്, പുരോഹിതന്മാര്, ഉന്നതരായിരുന്നവരെ സംബോധന ചെയ്ത് പറയുന്ന വാക്കുകൾ. And he calls them you builders. നിങ്ങൾ വീട് പണിയുന്നവർ എന്നവരെ സംബോധന ചെയ്യുന്നു. And these people who are supposed to be church builders have taken this cornerstone and they rejected it and they said this is not fit for this building. ഈ സഭയെ പണിയുന്നതായ നേതാക്കൾ മൂലക്കല്ലിനെ അവർ വേണ്ട എന്ന് പറഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുന്നു. So what will happen when our hearts become hard? നമ്മുടെ ഹൃദയങ്ങൾ കഠിനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? We will make terrible mistakes against the will of God in our lives. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവ ഉദ്ദേശത്തിന് വിപരീതമായി ഭയങ്കരമായ അബദ്ധങ്ങൾ വരുത്തിവെക്കും. These priests who are supposed to be expert in religion are now making the biggest mistake of taking the most important stone and rejecting it. മതപരമായ കാര്യത്തിൽ ഏറ്റവും പ്രഗത്ഭരായിരുന്ന പുരോഹിത വർഗം ഇപ്പോൾ ആ പണിയുടെ ഏറ്റവും പ്രധാനമായ മൂലക്കല്ലിനെ അവർ തിരസ്കരിക്കുന്നു. So what will happen when our hearts become hard? We will sit inside the church and become enemies of God. നമ്മുടെ ഹൃദയം ഇപ്രകാരം കഠിനപ്പെടുന്നുവെങ്കിൽ നാം സഭയിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ബദ്ധ വൈരികളായി തീരുന്നു. Everything that we do and speak will be against the plan of God, against the church of God. നാം പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം തന്നെ ദൈവിക പദ്ധതിക്കും ദൈവസഭയ്ക്കും വിരുദ്ധമായിരിക്കും. But when we do it, we will be doing it in the name of God. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ നാമത്തിൽ തന്നെയുമായിരിക്കും. And all the priests that rejected that most important stone did it in the name of God. ഏറ്റവും പ്രധാനപ്പെട്ടതായ മൂലക്കല്ലിനെ തിരസ്കരിച്ചതായ പുരോഹിതവർഗം
അത് ദൈവത്തിന്റെ നാമത്തിലാണ് ചെയ്തത്. So we will do many things against God, against the plan of God, against the people of God, in the name of God. നാം അനേക കാര്യങ്ങൾ ദൈവത്തിന്, ദൈവസഭയ്ക്ക്, ദൈവജനങ്ങൾക്ക് അത് ദൈവനാമത്തിലായിരിക്കും ചെയ്യുന്നത്. So we have to check ourselves in this regard. ഈ തരുണത്തിൽ ഈ കാര്യങ്ങളെ നോക്കി നമ്മുടെ സ്വന്തം ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കണം. As our heart gets harder and harder, without our knowledge we'll become enemies of God. നമ്മുടെ ഹൃദയം ക്രമേണ കാഠിന്യപ്പെട്ട് നമ്മുടെ അറിവ് കൂടാതെ അങ്ങനെ മുന്നേറുമ്പോൾ, അങ്ങനെ പോകുമ്പോൾ നാം ദൈവത്തിന്റെ ശത്രുക്കളായി മാറും. Now let's think of it like this. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് മറ്റൊരു പ്രകാരത്തിൽ ചിന്തിക്കാം. You know, God has brought us all into this church with a plan. നമ്മെ എല്ലാവരെയും ഒരു പദ്ധതി, ഒരു ഉദ്ദേശം നിമിത്തമാണ് ദൈവം സഭയിൽ കൊണ്ടുവന്നത്. We know only one part of that plan. ആ പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമേ നമുക്കറിയൂ. What is that? ആ ഭാഗം എന്ത്? I and my family should go when Jesus comes. ഞാനും എന്റെ കുടുംബവും യേശുവിന്റെ രഹസ്യവരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണം. But that's only one part. അത് ഒരു ഭാഗം മാത്രം. There's a second part to that plan. ആ പദ്ധതിക്ക് മറ്റൊരു ഭാഗമുണ്ട്. God wants to do something through us in other people's lives too. നമ്മിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യണം. Now how much of that are we doing? ഈ വിഷയത്തിൽ എത്രമാത്രം നാം പ്രവർത്തിക്കുന്നു? Are we doing something for others as part of God's plan? ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മിലൂടെ ഏതെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ? Have we gone in Jesus' name and have we told others that Jesus loves them and has a plan for them? മറ്റുള്ളവർക്ക് യേശുവിന്റെ നാമത്തിൽ ചെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് ഒരു പദ്ധതിയുണ്ട്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ദൂത് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? One man was saying how all Christians have stopped running their race. ഒരു മനുഷ്യൻ എന്നോട് പ്രകാരം പറഞ്ഞു എല്ലാ ക്രിസ്ത്യാനികളും ഓട്ടമല്ല ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. No, it's written in a book. ഒരു പുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. No, it is written in a book and I read it. ഒരു പുസ്തകത്തിൽ എഴുതിയ കാര്യം ഞാൻ വായിച്ചതാണ്. He was writing like this. ആ പുസ്തകത്തിൽ അതിന്റെ ഗ്രന്ഥകർത്താവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: The Catholics have stopped running their race before Calvary. കത്തോലിക്കര് അവരുടെ ഓട്ടം കാൽവരിക്ക് മുമ്പിലായി നിർത്തിയിരിക്കുന്നു. The Protestants have stopped running their race after Calvary. കാൽവരിയെ കവിഞ്ഞവരുടെ മുന്നോട്ട് പോയി അവരുടെ ഓട്ടം അവര് അവസാനിപ്പിച്ചിരിക്കുന്നു. The Pentecostals have stopped running their race after Pentecost. പെന്തിക്കോസ്റ്റിന് ശേഷം പെന്തിക്കോസ്റ്റുകാർ അവരുടെ ഓട്ടം സമാപിച്ചിരിക്കുന്നു. Eventually all who were running have stopped running now. ആരംഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ഓട്ടം നിർത്തിവെച്ചിരിക്കുന്നു. Whatever he says, that's not the point, but what I'm trying to say is we are dying a slow death. We are slowing down in our race, and a point will come where we won't realize we become a hardened lot and we are in danger of being rejected by God. ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഞാൻ സ്വീകരിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് നാം ക്രമേണ ആ പരുവത്തിൽ മുന്നേറി പോകുന്നുവെങ്കിൽ ഒരിക്കൽ നാം ദൈവത്തിന്റെ ശത്രുക്കളായി ഓട്ടം നിർത്തുന്നവരായി തീരും. Then like this field got sold, we'll get sold too. ഒടുവിലായിട്ട് ഈ നിലം വിൽക്കപ്പെട്ടതുപോലെ നാമും വിൽക്കപ്പെടും. Remember, Israel was the place which God came to, the first country God visited. ഇസ്രായേൽ രാജ്യത്തെയാണ് ദൈവം ഒന്നാമതായിട്ട് സന്ദർശിച്ചതായ രാജ്യം. And they became God's enemies. അവർ തന്നെ ദൈവിക ശത്രുക്കളായി മാറി. Jesus said a time will come when those who persecute you will think they are doing God's service. യേശു പ്രകാരം അരുളി ചെയ്തു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർ അവർ ദൈവത്തിന് ഒരു വൻകാര്യം ചെയ്യുന്നു എന്നുള്ള ബോധത്തിൽ അത് ചെയ്യുമെന്ന്. So many Christians have already become the enemies of God. അനേക ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ ശത്രുക്കളായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. This church should not reach that state. നമ്മുടെ സഭ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരരുത്. Now in another sense we should check ourselves to see if we have become the field of blood, Akeldama. നമ്മൾ മറ്റൊരു പ്രകാരത്തിലും കൂടെ ചിന്തിച്ച് രക്തനിലം അഥവാ അക്കൽധാമ നമ്മുടെ ഹൃദയം അങ്ങനെ ആയി തീർന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. Are we shedding blood? നാം രക്തം ചിന്തുന്നവരാണോ? If you read 1 John chapter 3 verse 14 and 15. 1 യോഹന്നാൻ 3:13-14 വായിക്കുമ്പോൾ 14 and 15. 14-15 നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു.
We know that we have passed from death unto life, because we love the brethren. He that loveth not his brother abideth in death. Whosoever hateth his brother is a murderer, and ye know that no murderer hath eternal life abiding in him. So here we see hatred is compared to, is equivalent to murder. ഇവിടെ നാം പകയ്ക്കുന്ന സ്വഭാവം അത് കുലപാതകത്തോട് സമമാണെന്നാണ് നാം വായിച്ചത്. And the person who has hatred in him abideth in death, and there is no eternal life in him. പകയ്ക്കുന്ന സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിത്യജീവനില്ല, മരണം അവനെ വാഴുന്നു എന്നാണ്. And one of the signs of eternal life mentioned in this verse is that we love our brethren. നിത്യജീവൻ ഉണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് നാം സഹോദരങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. So it's not loving few brethren, it's not loving our favorite brethren, it's loving all the brethren. ഏതെങ്കിലും കുറിക്കപ്പെട്ട സഹോദരന്മാരെയോ നമുക്ക് പ്രിയമുള്ളവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ചല്ല, സഹോദര വർഗത്തെ മുഴുവനും സ്നേഹിക്കുന്നവരാകുകയാണ്. So if we have hatred and bitterness one with another, we will become fields of blood. നമുക്ക് അന്യോന്യം കയ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരാകുന്നുവെങ്കിൽ നാം തന്നെ രക്തനിലമായി തീരുന്നു. You read Jeremiah chapter 18 again. യെരമ്യാ പ്രവചനം 18-ാം അധ്യായം വീണ്ടും വായിക്കാം. And read verse 18. 18-ാം വാക്യം. 18. എന്നാൽ അവർ വരുവീൻ, നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല. വരുവീൻ, നാം അവനെ നാവുകൊണ്ട് കൊന്നുകളക, അവന്റെ വാക്കൊന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. Then said they, Come and let us devise devices against Jeremiah, for the law shall not perish from the priest, nor counsel from the wise, nor the word of the prophet. Come and let us smite him with the tongue, and let us not give heed to any of his words. Look at what's happening. ഇവിടെ സംഭവിക്കുന്നത് നാം ശ്രദ്ധിക്കണം. God takes Jeremiah to the potter's house. യിരെമ്യാവിനെ ദൈവം കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലുന്നു. And tells Jeremiah, just like this potter is doing to the clay, I am ready to remold the people of Israel. ദൈവം അരുളി ചെയ്യുന്നു, ഈ കുശവൻ ഈ കളിമണ്ണ് കൊണ്ട് എന്ത് ചെയ്യുന്നുവോ അതേപോലെ തന്നെ വീണ്ടും നല്ല പാത്രമാക്കി തീർക്കുവാൻ ഈ ദൈനത്തെ എനിക്ക് കഴിയും. So Jeremiah goes and tells that to the people, thus saith the Lord, though you are ruined, though you have gone astray, if you come back to me, I am ready to mold you again. ദൈവത്തിന്റെ അരുളപ്പാട് ദൈവജനത്തോട് എന്ന് പറയുന്നു, നിങ്ങൾ ജീവിതത്തിൽ തെറ്റിപ്പോയി, നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ നിങ്ങൾ വീണിരിക്കുന്നുവെങ്കിലും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും ഉപയോഗപ്പെടുന്ന ഒരു പാത്രമാക്കി പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. And they said, no, we'll do what we like. അപ്പോൾ അവരതിന് മറുപടി, ഇല്ല, ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ ജീവിക്കും. And after that they go one step further, and they are going to come now rising up against Jeremiah. അതിന് ഒരു പടി അപ്പുറമായിട്ട് അവരിപ്പോൾ യെരമ്യാവിന് എതിരായിട്ട് അവര് കൂട്ടം കൂടുന്നു. So this has happened to Israel. ഇസ്രായേൽ രാജ്യത്തിന് ഇങ്ങനെ സംഭവിച്ചു. Is this happening to us? നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നുവോ? Is there unity amongst the brethren, or is there bitterness and hatred? സഹോദരന്മാരുടെ ഇടയിൽ ഐക്യതയാണോ അഥവാ കയ്പും വിദ്വേഷമാണോ നിലനിൽക്കുന്നത്? Now that verse that we read in 1 John, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നാം വായിച്ച ആ വാക്യം, it says if we don't love our brother, we are losing eternal life. It's a very basic sin. It can take us to hell. സഹോദരനെ സ്നേഹിക്കാത്തവൻ അവന് നിത്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നു. It's such a basic sin. അതൊരു അടിസ്ഥാന പാപം. So hating and bitterness and all is not it's not a sin of the saint. It's a very basic sin whereby we can lose our salvation. പകയും വിദ്വേഷവും കയ്പൊക്കെയും അത് സാധാരണ ഒരു വിശുദ്ധനുള്ള സാധാരണ പാപമല്ല. അതൊക്കെയും കഠിനമായ പാപം. അത് നമ്മെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കും. So we should not allow this church to become a field of blood with hatred. ദൈവസഭ പകയും വിദ്വേഷം നിറഞ്ഞ ഒരു രക്തനിലമായി തീരാൻ നാം അനുവദിക്കരുത്. If you turn to Matthew chapter 18, മത്തായിയുടെ സുവിശേഷം 18 വായിക്കുമ്പോൾ there Jesus narrates a parable. അവിടെ യേശു ഒരു ഉപമ പ്രസ്താവിക്കുന്നു. He says there was a king who realized that there was a steward under him who was doing some wrong things. ഒരു രാജാവ് തന്റെ കാര്യസ്ഥൻ ഗൃഹവിചാരകൻ തെറ്റായ ഒരു നടപടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യം വരുന്നു. He realized that one of the stewards owed him 10,000 talents. ഒരു ഗൃഹവിചാരകൻ തനിക്ക് 10,000 താലന്ത് കടപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞു. Now suppose, let us assume that's about 1 crore rupees. നമുക്കതിന് 1 കോടി രൂപ എന്ന് വയ്ക്കാം. It may be more than that, but let's assume it's that.
1 കോടിയിൽ കൂടുതലാണെങ്കിൽ നമുക്ക് അങ്ങനെ 1 കോടിയെന്ന് ചിന്തിക്കാം. So he calls that man and says, give account of all that you have, that you owe. Otherwise, I'm going to sell you and your whole family. നിന്റെ ഗൃഹവിചാരത്വത്തിന്റെ കണക്ക് ഏൽപ്പിക്കാം, ഇല്ല എങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ ഞാൻ വിറ്റുകളയാൻ പോകും. Then that servant fell at the Lord's feet and said, please give me time, I'll pay you back everything. ഈ ദാസൻ യജമാനന്റെ കാൽക്കൽ വീണ് ഞാനതൊക്കെയും തന്നു തീർക്കാം, എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുന്നു. Then the king had pity on that servant and said, all right, I'll forgive you. You don't have to pay me later. You don't have to pay me at all. You can go free. രാജാവിന്റെ ദാസനോട് കരുണ തോന്നി തന്റെ കടമൊക്കെയും ഇളച്ചു കൊടുത്തു. നീ അത് തന്നു തീർക്കേണ്ട, നിനക്കെല്ലാം ഇളച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിടുന്നു. So this man was so happy, he went on his way. വളരെ സന്തുഷ്ടനായി തന്റെ വഴിക്കവൻ പോയി. Opposite him came another servant who owed this man money. തന്റെ നേരെ തനിക്ക് കടംപ്പെട്ടിരിക്കുന്ന ഒരുത്തൻ ഇതാ വരുന്നു. Now 10,000 talents, but just 100 pence. 10,000 താലന്തല്ല, 100 വെള്ളിക്കാശ് കടപ്പെട്ടിരിക്കുന്നവൻ. And he said, give me the money. അപ്പോൾ ഇവൻ പറയുന്നു, എന്റെ കടം വീട്ടുക. That man fell at this man's feet and said, please give me time, I'll pay you everything. ആ മനുഷ്യനും ഇവന്റെ കാൽക്കൽ വീണു, എന്നോട് ക്ഷമിക്കണം, സാവകാശം തരണം, ഞാനെല്ലാം തന്നു തീർക്കാം. He said, no, I will not give you time, pay it now. ഇല്ല, ഞാൻ നിനക്ക് സാവകാശം തരികയില്ല, ഇപ്പോൾ തന്നെ തന്നു തീർക്കണം. Because he couldn't pay it, he cast him into prison. അവൻ അപ്പോൾ തന്നെ കൊടുക്കാൻ കഴിയാഞ്ഞിരുന്നത് കൊണ്ട് അവനെ കാരാഗൃഹത്തിൽ അടപ്പിച്ചു. When the king came to know about this, രാജാവ് ഈ വസ്തുത കേട്ടപ്പോൾ he called that servant. താൻ ഇളച്ചു കൊടുത്തതായ ദാസനെ വിളിച്ചു. I forgave you 10,000 talents and you could not forgive 100 pence. ഞാൻ നിനക്ക് 10,000 താലന്ത് ഇളച്ചു തന്നു, നിനക്ക് 100 വെള്ളിക്കാശ് ഇളച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലയോ? And he revoked that forgiveness and said, you owe me 10,000 talents again. തനിക്ക് ഇളച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെയും അതെല്ലാം വീണ്ടും അതെന്നെ കടക്കാരനാക്കി ആ കടം വീട്ടുന്നവരെയും അവനെ കാരാഗൃഹത്തിൽ അടച്ചു ദണ്ഡിപ്പിച്ചു. Now this whole parable is about forgiveness. ഈ ഉപമ മുഴുവനായി തന്നെ ക്ഷമയെക്കുറിച്ചുള്ളതാണ്. The verse previous to it is Peter and Jesus in conversation. Lord, if my brother sin against me, should I forgive him? How many times? അതിന്റെ തൊട്ടു മുമ്പിലുള്ളതായ വേദവാക്യം പത്രോസ്ലിഹയും യേശുക്രിസ്തുവും തമ്മിലുള്ളതായ ഒരു സംഭാഷണമാണ്. എത്ര വട്ടം സഹോദരനോട് ക്ഷമിക്കാം? And the last verse after the parable says, so likewise shall my heavenly Father do unto you, if you from your hearts do not forgive everyone's brother's trespasses. അതിന്റെ ആ ഉപമയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ്. അവസാന വാക്യം, നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. So what's the moral of the story? ഇതിന്റെ ഗുണപാഠം എന്ത്? If we do not forgive our brother for the wrong they do, നമ്മുടെ സഹോദരന്മാർ നമ്മോട് ചെയ്യുന്ന തെറ്റുകൾ നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ God will take back all our forgiveness. നമ്മോട് ക്ഷമിച്ചതായ എല്ലാ കാര്യങ്ങളും അത് പിൻവലിക്കും. In other words, we will become sinners once again. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വീണ്ടും നാം പാപികളായി തീരും. If God forgives revokes the forgiveness that He gave us once upon a time, we are going to be sinners who are going to go to hell once again. ദൈവം ഒരിക്കൽ നമ്മൾ ക്ഷമിച്ച കാര്യങ്ങളൊക്കെയും പിൻവലിച്ച് നമ്മെ കുറ്റക്കാരായി എണ്ണുന്നുവെങ്കിൽ നാം നിത്യ നരകത്തിലേക്കായിരിക്കും പോകുന്നത്. Now listen. ശ്രദ്ധിക്കുക. I may have smoked 15 years ago. 15 സംവത്സരം മുമ്പ് ഞാൻ ഒരു പുകവലിക്കാരനായിരുന്നിരിക്കാം. But I was forgiven. എങ്കിലും ദൈവം എന്നോട് ക്ഷമിച്ചു. I have stopped smoking. ഞാൻ പുകവലിയെല്ലാം നിർത്തി കഴിഞ്ഞിരിക്കുന്നു. Now 15 years I am now a believer. 15 സംവത്സരമായി ഒരു വിശ്വാസിയായി തുടരുന്നു. But I do not forgive someone who did wrong against me. എന്നോട് തെറ്റ് ചെയ്ത ഒരു വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നില്ല. Now so Jesus takes back my forgiveness 15 years ago that He forgave me for smoking. 15 സംവത്സരം മുമ്പ് പുകവലിക്കാരനായിരുന്ന എന്നോട് ക്ഷമിച്ച ആ ക്ഷമയെല്ലാം പിൻവലിക്കുന്നു. Now what is the subtlety, the dangerous thing in this? ഇതിൽ അടങ്ങിയിരിക്കുന്നതായ I'm still ഏറ്റവും അപകടകരമായ ഒരു കാര്യം എന്ത്? I'm still coming to church. ഞാൻ സഭയിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. I'm not smoking now. ഞാൻ ഇപ്പോൾ പുകവലിക്കുന്നില്ല. But that forgiveness has been revoked. I'm still a smoker in God's sight. ക്ഷമിച്ച് ഇളച്ച് കിട്ടിയ കാര്യങ്ങളൊക്കെയും പിൻവലിച്ച് ദൈവ മുമ്പാകെ ഞാൻ ഇപ്പോഴും ആ മുൻകാല പാപങ്ങളൊക്കെയും ചെയ്യുന്നവനാകുന്നു. I'm still a smoker in God's sight. ദൈവസന്നിധിയിൽ ഒരു പുകവലിക്കാരനായിരിക്കുന്നു. I'm not smoking, but I'm a smoker because the forgiveness is reversed. ഞാൻ പുകവലിക്കുന്നില്ല ഇപ്പോൾ, എങ്കിലും ദൈവസന്നിധിയിൽ എന്റെ ക്ഷമയെല്ലാം എന്നോട് ക്ഷമിച്ച കാര്യങ്ങളൊക്കെ പിൻവലിച്ചിരിക്കുക. ദൈവത്തിന്റെ മുമ്പാകെ പുകവലിക്കാരനാണ്. I'm not smoking, but if I die today, I'm going to hell. ഞാൻ പുകവലിക്കുന്നില്ലെങ്കിൽ തന്നെയും ഇന്ന് മരിച്ചാൽ ഞാൻ നരകത്തിൽ പോകും. Why?
എന്തുകൊണ്ട്? Because all my past sins have been brought into God's memory again. എന്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെയും ദൈവത്തിന്റെ ആ സ്മരണയിലേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. After quoting this parable, Jesus says, "So shall my heavenly Father do to you if you do not forgive your brother his trespasses." ഈ ഉപമ പ്രസ്താവിച്ചതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും ഹൃദയപൂർവ്വം സഹോദരനോട് ക്ഷമിക്കാഞ്ഞാൽ എന്റെ പിതാവായത് നിങ്ങളോടും ഇങ്ങനെ തന്നെ ചെയ്യും. So let's check our hearts and see. Don't think that let's check our hearts and see if we have been deceived by not forgiving, we are going to lose our salvation. നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നാം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കാണപ്പെടുന്നുവെങ്കിൽ നമ്മുടെ രക്ഷാനിർണയം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. Some years ago there was an incident that took place. ചില ആണ്ടുകൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. There was a pastor, he was an African pastor. ആഫ്രിക്കക്കാരനായ ഒരു പാസ്റ്റർ. He belonged to another church. മറ്റൊരു സഭാ അംഗമായിരുന്നു. And his name was Pastor Daniel Ekechukwu. പാസ്റ്റർ ഡാനിയൽ എക്കെചുക്കു എന്ന പേരായിരുന്നു. So one day he had a fight with his wife. ഒരിക്കൽ തന്റെ ഭാര്യയോടൊരു കലഹം. His wife slapped him in the fight. ഭാര്യ തന്നെ അടിച്ചു. And he didn't speak to his wife after that. അതിനെ തുടർന്ന് ഭാര്യയോട് പിന്നെ മിണ്ടാതെയായി. The next day in the morning, the wife came to him, as though trying to make peace, and said, "What, you're angry? You won't speak to me," and things like that. He turned his face away. അടുത്ത ദിവസം ഭാര്യ രാവിലെ നിരപ്പ് പ്രാപിക്കാൻ വന്നു. എന്തോ കോപിച്ച് എന്നോട് മൗനമായിരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത് എന്തോ എന്ന് പറഞ്ഞ് നിരപ്പിനായി വന്നു. എന്നാൽ താൻ അതിന് മുഖം കൊടുത്തില്ല. He turned his face away. തന്റെ മുഖം തിരിച്ചു കളഞ്ഞു. And he went to his ministry. തന്റെ ശുശ്രൂഷ ചെയ്യുവാൻ താൻ പുറപ്പെട്ടു പോയി. He was driving his car on a hill. ഒരു കുന്നിൻ ചരിവിലൂടെ കാർ ഓടിക്കുകയായിരുന്നു. He was encountering a hairpin bend. ഒരു എയർപിൻ ബെൻഡിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. He lost control of the vehicle. ആ സന്ദർഭത്തിൽ തന്റെ വാഹനത്തിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. And rammed into a post. ഒരു പോസ്റ്റിൽ ഇടിച്ചു. The steering wheel hit his chest. ആ സ്റ്റിയറിംഗ് ചക്രം വീല് തന്റെ നെഞ്ചത്ത് ഇടിച്ചു. He lost his consciousness. തന്റെ ബോധം നഷ്ടപ്പെട്ടു. He saw two angels coming to him and taking away his soul. രണ്ട് ദൂതന്മാർ വന്ന് തന്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടുള്ള ദർശനം തനിക്കുണ്ടായി. And the two angels bore him and took him to heaven. രണ്ട് ദൂതന്മാർ ചുമന്ന് തന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി. And showed him heaven. സ്വർഗ്ഗം കാണിച്ചു കൊടുത്തു. He saw angels and saints singing to the Lord and worshiping him. ദൂതന്മാരും വിശുദ്ധന്മാരും ഒക്കെയും ദൈവത്തെ സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച താൻ കണ്ടു. After showing him different parts of heaven, സ്വർഗ്ഗത്തിലെ വിവിധ ഭാഗങ്ങളൊക്കെയും തന്നെ കാണിച്ചതിന് ശേഷം the angels said, "Now we are going to show you hell." ഇപ്പോൾ നിന്നെ ദൂതന്മാർ പറഞ്ഞു, ഇനി നിന്നെ നരകത്തിന്റെ ഭാഗങ്ങൾ കാണിക്കാൻ പോകുന്നു. And one of the angels flapped his wings upwards like this. അതിനുശേഷം അതിലൊരു ദൂതൻ ചിറകടിച്ചു, മുകളിലേക്ക് ചിറകടിച്ചു. And a door, or rather a shutter, opened in heaven and lifted upwards. അപ്പോൾ സ്വർഗ്ഗത്തിലെ തന്നെ ഒരു കവാടം തുറന്ന് അത് മുകളിലേക്ക് പോയി. And beyond that was blackness. അപ്പോൾ അതിനപ്പുറമായിട്ട് ഇരുട്ട് കണ്ടു. And in that blackness there were flashes of orange appearing there, as though there was fire beneath. ഈ അന്ധകാരത്തിൽ മിന്നൽ പോലെ പല നിറങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഓറഞ്ച് നിറത്തിലുള്ളതായ നിറമൊക്കെ തോന്നി, അവിടെ അഗ്നിയുള്ളതായി തോന്നി തനിക്ക്. So when he looked down, he could see hell. അവിടെ അതിലേക്ക് താഴെ നോക്കിയപ്പോൾ നരകം കാണാൻ കഴിയും. The angels took him down there. ദൂതന്മാർ ആ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോയി. And showed him different parts of hell. നരകത്തിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ തന്നെ കാണിച്ചു. So in one place, ഒരു ഭാഗത്ത് there was one group of people. They were all doing the same thing. ഒരു കൂട്ടം ജനം അവിടെ കൂടിയിരുന്നു. അവരെല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. They were tearing their own stomachs and eating the flesh. അവർ സ്വന്തം വയറ് കീറി അവരുടേതായ മാംസം അവർ തന്നെ തിന്നുകൊണ്ടിരുന്നു. And not able to digest it, they vomited it. അങ്ങനെ തിന്ന മാംസം ദഹിപ്പിക്കാൻ കഴിയായിക കൊണ്ട് അവര് അത് ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. Then that vomit came back into their stomach and formed the stomach again. ആ ഛർദ്ദിച്ചതായ ആ ഛർദ്ദി അവരുടെ വയറ്റിലേക്ക് വീണ്ടും വന്ന് വീണ്ടും ആ ആമാശയത്തിന്റെ ഭാഗമായി മാറി. Again they tore their stomach and ate it. തുടർന്ന് ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും വയറ് കീറി തിന്നാൻ തുടങ്ങി. So this Pastor Daniel asked, "Why are they doing this?" ഈ ഡാനിയൽ എന്ന് പേരായ പാസ്റ്റർ അപ്പോൾ ചോദിച്ചു, എന്താണ് ഇവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? These are people who are involved in magic in their lifetime. They are people who ate human flesh. This is their punishment. ആഭിചാര ക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യ മാംസം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു ഇവർ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതേ പ്രവൃത്തി അവർ ചെയ്തുകൊണ്ടിരിക്കും. So what they have been doing on earth, they will do in hell. ഭൂമിയിൽ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നുവോ അതേ പ്രവൃത്തി തന്നെ ഇവിടെയും അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും. They cannot stop it.
അത് നിർത്തലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. Then they moved to another section. മറ്റൊരു ഭാഗത്തേക്ക് അവർ പോയി. There the group of people were there. They were all scratching the ground. അവിടെ ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. അവരൊക്കെയും നിലത്ത് മാന്തിക്കൊണ്ടിരുന്നു. So this pastor asked, why are they doing this? ഇവരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ത്? He says, these are people who plundered other people's lands in their lifetime. So this is what they will do all through eternity in hell. ഈ മനുഷ്യരൊക്കെയും തങ്ങളുടെ ആയുഷ്കാലത്ത് ഭൂമിയിലായിരുന്നപ്പോൾ മറ്റുള്ളവരുടെ വസ്തു ഭൂമി അനധികൃതമായി കയ്യേറിയവരാണ്. അവരിപ്പോൾ ഇവിടെ വന്നപ്പോൾ അതേ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരിക്കും. So all through eternity they'll be doing this. നിത്യത മുഴുവനും അവർ ഇതേ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും. So like this the angels took that pastor Daniel to different parts of hell. ഇങ്ങനെ ദൂതന്മാർ ദാനിയേൽ എന്നവരായ പാസ്റ്ററിനെ നരകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കൊണ്ടെത്തിച്ചു. And then after that showed him a place. Do you see that place? അതിനുശേഷം ഒടുവിലായി മറ്റൊരു സ്ഥലം കാണിച്ചതിന് ശേഷം ഈ സ്ഥലം നീ കാണുന്നുവോ? Yes. അതെ, കാണുന്നു. That's your place. അത് നിന്റെ സ്ഥാനമാണ്. This pastor got I'm a pastor. Pastor Daniel, you're saying my place is in hell. ഞാനൊരു പാസ്റ്ററാണ്, എന്റെ സ്ഥാനം ഒരു നരകത്തിലാണെന്നാണോ നിങ്ങൾ പറയുന്നത്? Yes. അതെ. Why? എന്ത്? You fought with your wife yesterday. നീ നിന്റെ ഭാര്യയുമായി ഇന്നലെ വഴക്കുണ്ടാക്കിയല്ലോ. But she's the one who slapped me. എന്നാൽ അവളാണ് എന്നെ അടിച്ചത്. Yes, but you did not forgive her. എന്നാൽ അത് ശരിയാണ്, എങ്കിലും നീ അവളോട് ക്ഷമിച്ചില്ല. So I have to go to hell, is it? അത് നിമിത്തമായിട്ട് ഞാൻ നരകത്തിൽ പോകണമോ? Yes, even if she slapped you and you did not forgive, you have to go to hell. നിന്നെ അവൾ അടിച്ചു, അതിന് നീ ക്ഷമിച്ചില്ലെങ്കിൽ, ക്ഷമിക്കാത്തത് കൊണ്ട് നീ നരകത്തിൽ പോകണം. So he didn't know what to do, what to answer. അതിന് ഉത്തരമായിട്ട് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ തനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. Suddenly a voice came from heaven. സ്വർഗത്തിൽ നിന്ന് പൊടുന്നനെ ഒരു ശബ്ദമുണ്ടായി. Give him one more chance. ഒരിക്കൽ കൂടി അവനൊരു അവസരം കൊടുക്കണം. So the angel told him, a voice is coming from heaven saying, I have to give you one more chance. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, നിനക്ക് ഒരു അവസരവും കൂടെ തരണമെന്ന്. Go and tell everyone what you experienced. നീ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ചെന്ന് സകലരോടും പറയുക. And suddenly his soul entered his body. തൽക്ഷണം തന്റെ ആത്മാവ് തന്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു. When he sat up alive on earth again, ഭൂമിയിൽ താൻ വീണ്ടും ജീവനുള്ളവനായി എഴുന്നേറ്റിരുന്നപ്പോൾ, he was sitting inside a coffin box. താൻ ശവപ്പെട്ടിയിലായിരുന്നു ആ സന്ദർഭത്തിൽ. It was 2 days since he died. അവൻ മരിച്ചതിന് ശേഷം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. And he rose up in one of the crusade meetings of one Reverend Reinhard Bonke. സുവിശേഷകനായ റൈനോഡ് ബോങ്കയുടെ സുവിശേഷ യോഗങ്ങളിൽ ഒന്നിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത്. Today this pastor Reverend Daniel is now going everywhere with Reverend Reinhard Bonke, telling everyone, forgive, don't have any bitterness, you'll go to hell. ഈ ഡാനിയൽ എന്ന് പേരായ പാസ്റ്റർ ബോങ്കെ എന്നുള്ള സുവിശേഷകന്റെ കൂടെ സഞ്ചരിച്ച് എല്ലായിടത്തും താൻ പ്രസ്താവിക്കുന്നത്, സാക്ഷ്യം പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കാത്ത അവസ്ഥയിൽ കാണപ്പെടരുത്, സകലരോടും ക്ഷമിക്കണമെന്ന്. Otherwise you'll go to hell. ഇല്ലായെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. So you see how terrible is the consequence of not forgiving. മറ്റുള്ളവരോട് ക്ഷമിക്കാത്തതിന്റെ അനന്തരഫലം എത്ര ഭയാനകമാണ്. We might have some genuine reasons for not forgiving, but those genuine reasons will not be accepted by heaven. ക്ഷമിക്കാത്തതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സ്വർഗം ആ കാരണങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കുകയില്ല. We might have 100 logical reasons why we might hate our brother, but the scripture commands us to forgive. എന്റെ സഹോദരനോട് ക്ഷമിക്കാത്തതിന് 100 ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവം നിന്റെ കാരണങ്ങൾ അംഗീകരിക്കുകയില്ല. If we do not forgive, we can quote 100 reasons for not forgiving before the throne of God. Not one of them will be accepted. We will only go to hell. ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവസിംഹാസനത്തിന് മുമ്പാകെ 100 കാരണങ്ങൾ ഉദ്ധരിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു കാരണം പോലും ദൈവം അംഗീകരിക്കുകയില്ല, സ്വർഗത്തിൽ പോകാൻ കഴിയുകയില്ല. We have to go to hell. നമുക്ക് നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. Let's be very careful to see if our hearts are becoming a field of blood. ആകയാൽ വളരെ സൂക്ഷ്മതയുള്ളവരായി നമ്മുടെ ഹൃദയം രക്തനിലമായി മാറുകയാണോ എന്ന് പരിശോധിച്ചു നോക്കാം. You see the next state of the ground. ഈ നിലത്തിന്റെ മറ്റൊരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. The final pathetic condition of the ground. ഈ നിലത്തിന്റെ അവസാനത്തേതായ ദയനീയമായ സ്ഥിതി. Matthew 27 verse 7. മത്തായിയുടെ സുവിശേഷം 27:7. പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. And they took counsel and bought with them the potter's field to bury strangers in. So the potter's field becomes hard, then becomes a field of blood, now becomes a burial ground. ഇവിടെ കുശവന്റെ നിലം കഠിനപ്പെടുന്നു, അത്
field of blood. അതിപ്പോൾ രക്തനിലമായി മാറുന്നു. And now it becomes a burial ground. അത് മാത്രമല്ല ഒരു ശ്മശാന ഭൂമിയായി തീരുന്നു. So it has once a moldable clay has now deteriorated, become worse and worse, and finally become burial ground. ഒരിക്കൽ നല്ല മയമുള്ള കളിമണ്ണായിരുന്നു, എന്നാൽ കാലാന്തരത്തിൽ അത് മോശമായി ഒടുവിലായിട്ട് ഇപ്പോൾ ഇതാ ഒരു ശ്മശാന ഭൂമിയായി തീർന്നിരിക്കുന്നു. So now this historically speaking, this particular potter's field became so bad. ചരിത്രപരമായി നാം ഇതിനെ പരിഗണിക്കുമ്പോൾ ഈ കുശവന്റെ നിലം വളരെ മോശമായി തീർന്നു. In Italy there's a place called Pisa. ഇറ്റലിയിൽ പീസ എന്ന് പേരുള്ളതായ ഒരു സ്ഥലമുണ്ട്. We know of the leaning tower of Pisa, one of the 7 ancient wonders of the world. പുരാതന ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ ചാഞ്ഞിരിക്കുന്ന ഗോപുരം, പീസ ഗോപുരത്തെ കുറിച്ച് നമുക്കറിയാം. There is a place called Camp Santo. അവിടെ കാപ് സാന്തോ എന്നുള്ള ഒരു സ്ഥലമുണ്ട്. There many army warriors were buried. അവിടെ അനേക യുദ്ധ വീരന്മാരെ അടക്കം ചെയ്തിട്ടുണ്ട്. But the burial ground became full because many people died. ഈ ശ്മശാന ഭൂമി നിറഞ്ഞു, കാരണം വളരെ പേര് അക്കാലത്തെല്ലാം മരിച്ചു. Now listen to this history. ഈ ചരിത്രം ഒന്ന് ശ്രദ്ധിക്കണം. Because they ran out of burial ground in Camp Santo in Pisa. പീസായിലെ കാപ് സാന്തോയിൽ ശ്മശാന ഭൂമിയുടെ അഭാവം നിമിത്തമായി You know what they did? അവർ ചെയ്തെന്താണെന്ന് അറിയാമോ? They went to this potter's field area. ഈ പറയപ്പെടുന്നത് ആയ കുശവന്റെ നിലത്തിലേക്ക് അവർ ചെന്ന് and took the mud from there. അവിടെ നിന്ന് കളിമണ്ണെടുത്ത് ചെളിയെടുത്ത് put it into ships. കപ്പലിൽ കയറ്റി and took it to Camp Santo. കാപ് സാന്തോ എന്നുള്ള ഇറ്റലിയിലെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. This took place in the 13th century. 13ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവം. You know why? എന്തിനെന്നറിയാമോ? You know why they took that mud from the potter's field and took it to Camp Santo? കുശവന്റെ നിലത്തിലെ കളിമണ്ണ് അവിടെ നിന്ന് എടുത്ത് കാപ് സാന്തോ എന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയതിന്റെ ഉദ്ദേശം എന്ത്? Because this soil in the potter's field had the capacity to make human bodies disintegrate in 24 hours. ഇവിടെ നിന്ന് കൊണ്ടുവരപ്പെട്ടതായ കളിമണ്ണിന് മനുഷ്യ ശരീരത്തെ 24 മണിക്കൂർ കൊണ്ട് അത് അഴുകി അത് ദഹിപ്പിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. So what will happen? Quickly bodies will disintegrate, so more bodies can be put ഈ കളിമണ്ണ് ഉപയോഗിച്ചാൽ വേഗത്തിൽ ഈ ശരീരമെല്ലാം അഴുകി മണ്ണിനോട് ചേരും. Look at the terrible end of that potter's field. ഈ കുശവന്റെ നിലത്തിന് ഉണ്ടായതായ ഭയങ്കരമായ അവസ്ഥ അവസാനം എന്ത്? If we don't set our hearts right, നമ്മുടെ ഹൃദയങ്ങളെ നാം ഇപ്പോൾ നേരുള്ളതാക്കി തീർക്കുന്നില്ല എങ്കിൽ this church will also become a burial ground. നമ്മുടെ സഭയും ഒരു ശ്മശാന ഭൂമിയായി മാറും. Jesus told the Pharisees, യേശു ഫരീശന്മാരോട് ഇങ്ങനെ പ്രസ്താവിച്ചു, you cross land and sea to make one proselyte, and when you bring him to you, you make him twice the child of hell as you are. നിങ്ങൾ കടലും കരയും കടന്ന് അനേകരെ മതത്തിൽ ചേർക്കുന്നു, അവരെ ചേർത്തതിനു ശേഷം നിങ്ങളെക്കാൾ ഇരട്ടി നാശയോഗ്യരാക്കി തീർക്കുന്നു. What's going to happen? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? We have to be very careful. നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. We should not get rejected and someone else be selected. നിങ്ങൾ തള്ളപ്പെടുകയും മറ്റൊരാൾ നിങ്ങളുടെ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യരുത്. When we look at the history of our forefathers of the early church, of the beginning of our mission, നമ്മുടെ മിഷന്റെ പൂർവ്വ പിതാക്കന്മാര്, സ്ഥാപക നേതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, when you think of their sufferings and their life of sacrifice and their holiness, അവരുടേതായ കഷ്ടപ്പാടുകൾ, അവരുടെ ത്യാഗം, അവരുടെ വിശുദ്ധ ജീവിതം ഒക്കെ നാം ചിന്തിക്കുമ്പോൾ, I must confess that I am not living up to that standard. ഞാൻ ഏറ്റുപറയേണ്ടത് എനിക്ക് ആ ഒരു മാനദണ്ഡത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. Some years ago, one servant of God had a vision like this. ചില സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു കർത്തൃ ശുശ്രൂഷകന് ഒരു ദർശനമുണ്ടായി. In that vision, a convention is going on. ആ ദർശനത്തിൽ ഒരു കൺവെൻഷൻ നടക്കുകയായിരുന്നു. Not convention, preparatory work is going on. അതിന്റെ കൺവെൻഷന് വേണ്ടിയുള്ള ഒരുക്ക വേലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. And suddenly all the people stop working and look in a certain direction. പെട്ടെന്ന് എല്ലാ മനുഷ്യരും പ്രവൃത്തികളെല്ലാം നിർത്തി ഒരു കുറിക്കപ്പെട്ട ദിശയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. Someone from far away was coming on a horse. ആരോ ദൂരത്ത് നിന്ന് ഒരു കുതിരപ്പുറത്ത് കയറി ഓടിച്ചു വരുന്നു. Everyone started shouting, the king is coming, the great king is coming. എല്ലാവരും ശബ്ദമുണ്ടാക്കി ആർപ്പിടുവാൻ തുടങ്ങി, ഇതാ രാജാവ് ആഗതനാകുന്നു. So they were all looking in anticipation. വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഈ രാജാവ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. And when the king came close, ഈ രാജാവ് സമീപിച്ചപ്പോൾ all the shouting and praising and all the shouts of joy slowly faded away and ഈ stopped. ആർപ്പും ശബ്ദവും സന്തോഷവും ഉല്ലാസവും ഒക്കെയും അത് സാവകാശം അതില്ലാതെയായി തീർന്നു. You know why?
എന്തുകൊണ്ടെന്നറിയാമോ? When they saw the king's face was angry. രാജാവിന്റെ മുഖം കണ്ടപ്പോൾ രാജാവിന്റെ മുഖം കോപാകുലമായിരുന്നു. He got down from the horse. കുതിരമേൽ നിറങ്ങി. And suddenly the people that were standing around him, or the big crowd that was doing the preparatory work for convention, became candles. ഈ കൺവെൻഷന് വേണ്ടിയുള്ള ഒരുക്ക വേലകൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരും തന്നെ ഈ രാജാവിന്റെ ചുറ്റും നിൽക്കുന്നു. അവരെല്ലാവരും വിളക്കുകളായി മാറി. And you know what the angry king did? രാജാവ് എന്താണ് കോപിഷ്ഠനായ രാജാവ് എന്താണ് ചെയ്തെന്നറിയാം? He looked around in anger. കോപത്തോടെ ചുറ്റുപാടും നോക്കി. Then he started taking candles and flinging them. ഈ വിളക്കുകൾ എടുത്ത് അതെല്ലാം എറിഞ്ഞു കളയാൻ തുടങ്ങി. Now this is a vision that one of our servants of God saw a few years ago. ചില ആണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ ഒരു കർത്താവിന്റെ ദാസൻ കണ്ട ദർശനം. Now this should not happen to us. God is warning us. നമുക്ക് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു, ഇങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കരുത്. We should not be flung away by God. ദൈവത്താൽ എറിയപ്പെട്ടവരായി തീരരുത്. A few months ago, ചില മാസങ്ങൾക്ക് മുമ്പ് we came across a church in Tamil Nadu. തമിഴ്നാട്ടിൽ ഒരു സഭയിൽ പോകാനിട വന്നു. It's newly springing up. അത് പുതുതായിട്ട് ഉത്ഭവിച്ച ഒരു സഭ. Only a few years ago it started. അത് ആരംഭിച്ചിട്ട് ചില ആണ്ടുകളെ ആയിട്ടുള്ളൂ. They have their work in 4 states now, in Andhra, in Kerala, in Tamil Nadu, and in Karnataka. ഈ പുതിയതായി രൂപം കൊണ്ട സഭയ്ക്ക് 4 സംസ്ഥാനങ്ങൾ, കേരള, ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ശാഖകളുണ്ട്. And they have about 8,000 members totally. ആകെ 8,000 അംഗങ്ങളുമുണ്ട്. 100 servants of God. 100 സുവിശേഷ വേലക്കാരുമുണ്ട്. None of them is married. ആരും വിവാഹിതരല്ല. They're all wearing clothes like us. നമ്മുടെ പാസ്റ്റർമാരിടുന്ന പോലെയുള്ള ജുബ്ബയും വേഷവിധാനവും. They wear the same clothes like the sisters. The sisters are wearing the same clothes like our sisters are wearing. സഹോദരിമാരും അവർക്കുണ്ട്. സുവിശേഷ വേലക്കാർ അവർ നമ്മുടെ സഹോദരിമാർ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. Plenty of miracles are taking place in that church. ആ സഭയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടന്നു വരുന്നു. And that church is spreading and multiplying. അത് വളർന്ന് വർദ്ധിച്ച് പെരുകുകയാണ്. When I heard about them first, അവരെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ടപ്പോൾ the first thought that God said I got was, are we getting replaced? ആദ്യം ഇതേക്കുറിച്ച് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത ഉദിച്ചത്, നമ്മെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നുവോ, നമുക്ക് പകരമായിട്ട് അവരെ തെരഞ്ഞെടുത്തുവോ? Same consecration, അതേ പ്രതിഷ്ഠ, നമ്മുടേതായ പ്രതിഷ്ഠ. And they don't mix with any other churches. മറ്റ് സഭകളോട് അവര് ഇടകലരുന്നില്ല, അവരോട് കൂട്ടായ്മയ്ക്ക് പോകുന്നില്ല. They didn't even know that our church exists. അവർക്ക് നമ്മുടേതായ പെന്തിക്കോസ് മിഷൻ എന്നുള്ള സഭ ഉണ്ടെന്ന് പോലും അറിയില്ല. So it's not someone who came out of our church and started another church. It started നമ്മുടെ സഭയിൽ നിന്ന് വേല വിട്ടുപോയി തുടങ്ങിയ ഒരു സഭയല്ല. It started by itself. അത് തനിയെ അങ്ങനെ രൂപപ്പെട്ടതാണ്. Then God spoke to the chief pastor. അതിലെ ചീഫ് പാസ്റ്ററിനോട് ദൈവം ഇങ്ങനെ സംസാരിച്ചു. And told them, I'm going to show you a sea. ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു. A sea, kadal. ഒരു കടല്, സമുദ്രത്തെ കാണിക്കാൻ പോകുന്നു. So and then afterwards God showed them one of our churches which was near their church. അവരുടെ സഭയ്ക്ക് സമീപത്തുള്ളതായ നമ്മുടെ ഒരു സഭയെ ദൈവം അദ്ദേഹത്തിന് കാണിച്ചു. So that pastor and one of our servants of God kept contact with each other. അതേ തുടർന്ന് ഈ പാസ്റ്റർ നമ്മുടെ ഒരു കർത്താവിന്റെ വേലക്കാരനും തമ്മിൽ ഒരു ബന്ധം പുലർത്തുവാൻ തുടങ്ങി. So the chief pastor and a few servants of God, brothers and sisters, came to Irumbuliyur and they saw the campus. അവരുടെ ചീഫ് പാസ്റ്ററും മറ്റ് പല സഹപ്രവർത്തകരും ചേർന്ന് ഇരുമ്പിലിയുള്ളതായ നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾ കാണുവാൻ വന്നു. And they spoke to our pastors. നമ്മുടെ പാസ്റ്റർമാരോട് അദ്ദേഹം സംസാരിച്ചു. And they said, this is the sea that God said he will show us. ഞങ്ങളോട് കാണിക്കുമെന്ന് പറഞ്ഞ ആ സമുദ്രം ഈ സഭയാണ്. So we want to join you. ഞങ്ങൾ നിങ്ങളോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. And one of our pastors said, don't join in a hurry. തത്രപ്പെട്ട് വേഗത്തിൽ അങ്ങനെ ഒരു കാര്യത്തിന് ഉദ്യമിക്കരുതെന്ന് പാസ്റ്റർ അവരെ വിലക്കി. So the pastor gave our doctrine books to them. നമ്മുടേതായ ഉപദേശ പുസ്തകങ്ങൾ അവർക്ക് നമ്മുടെ പാസ്റ്റർ കൊടുത്തു. You know why pastor said don't join immediately? വേഗത്തിൽ നമ്മളോട് ഐക്യപ്പെടണ്ടെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ത്? Because they'll become bad like us if they join. അങ്ങനെ വേഗത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മെ പോലെ മോശമായി തീരുവരും. So wait that we are not ready to receive you as yet.
നിങ്ങളെ ചേർക്കുവാൻ സ്വീകരിക്കുവാൻ ഇതുവരെയും ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് അല്പം താമസിക്കാം. So we don't want to become a burial ground. They are now full of life, full of revival. We shouldn't become a burial ground and make them like us. അവരിപ്പോൾ നല്ല ഉണർത്തപ്പെട്ടവരാണ്, ജീവനുള്ളവരാണ്. നമ്മുടെ അടുക്കൽ ചേർന്ന് നമ്മെപ്പോലെ ഇപ്പോൾ ഒരു ശ്മശാന ഭൂമിയായി അവരും മാറരുത്. Recently, that pastor, he attended one of our conventions. അടുത്തിടെ അവരുടെ ഒരു പാസ്റ്റർ നമ്മുടെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തു. And he looked at the people. ജനങ്ങളെല്ലാം അദ്ദേഹം നോക്കി. And he said, see, your believers, your servants of God, they have no fire, no proper anointing. They don't lift up their hands and praise God. They don't stand on their knees. They are all so backward in their spiritual life. ഇതാ നോക്കുക, നിങ്ങളുടെ വിശ്വാസികൾ വേലക്കാരെല്ലാം ഉണർവില്ല, അവര് ആത്മാവിൽ നിറയുന്നില്ല, കൈയുയർത്തി സ്തോത്രം ചെയ്യുന്നില്ല, അവരങ്ങനെ ആത്മീകമായ തീഷ്ണതയോ ഉണർവോ ഇല്ലാത്തവരായിട്ടാണല്ലോ ഇരിക്കുന്നത്. But still God is asking us to join your church. എന്നിരുന്നാലും ദൈവം ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ സഭയോട് ഞങ്ങൾ ചേരണം. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Because God has spoken to us that a big revival is coming on this church. ദൈവം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു, ദൈവത്തിന്റേതായി ഈ സഭയിൽ വലിയൊരു ഉണർവ് ആരംഭിക്കാൻ പോകുന്നു. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. God has promised a restoration in our midst. നമ്മുടെ മധ്യേ ദൈവം ഒരു യഥാസ്ഥാനപ്പെടുത്തലിന്റെ ശുശ്രൂഷ കൽപ്പിച്ചിരിക്കുന്നു. A revival is going to come. ഒരു ഉണർവ് ഉണ്ടാകാൻ പോകുന്നു. But before that revival comes, എന്നാൽ ആ ഉണർവ് ഉണ്ടാകുന്നതിന് മുമ്പായി we have to sit in sackcloth and ashes and repent of our wicked ways. നാം ഓരോരുത്തരും നാം രട്ടിലും വെണ്ണീരിലും ഇരുന്ന് നമ്മുടേതായ ദുഷ്ട വഴികളെ ഓർത്ത് അനുദപിച്ച് മടങ്ങി വരണം. We have to humble ourselves with fasting and prayer and repent of our wicked ways. ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമ്മുടെ ദുഷ്ട വഴികളെ ഓർത്ത് അനുദപിച്ച് മടങ്ങി വരണം. We should not turn into a burial ground. നാം ഒരു ശ്മശാന ഭൂമിയായി മാറരുത്. God gave many promises to Israel. ഇസ്രായേലിന് അനേക വാഗ്ദത്തങ്ങൾ ദൈവം നൽകി. But Israel rejected all those promises and rejected God. ഇസ്രായേലോ ഈ വാഗ്ദത്തങ്ങളൊക്കെയും നിരസിച്ചു, ദൈവത്തെയും തള്ളിക്കളഞ്ഞു. God has promised a revival in our midst. നമ്മുടെ മധ്യേ ദൈവം ഉണർവ് കൽപ്പിച്ചിരിക്കുന്നു. But we should not see that revival coming somewhere else and we becoming a burial ground. ആ ഉണർവ് മറ്റൊരു സ്ഥലത്ത് നിന്ന് വരുന്നതല്ല. അങ്ങനെ നാം ഒരു ശ്മശാന ഭൂമിയായി തീരുന്നവരായിട്ടല്ല. Let's humble ourselves. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം.